വീണ്ടും വാർത്തകളിലേക്ക്. നാട്ടിക ഫർക്ക ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സുവർണ കേരളം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. എടമുട്ടം സംഘം ഹാളിൽ നടന്ന ചടങ്ങിൽ ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ.എ. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് പി.ടി. കരുണൻ അധ്യക്ഷനായി. എടമുട്ടം യു.പി. സ്കൂൾ പ്രധാനാധ്യാപിക സി.കെ. മേഖല, ഹൗസിംഗ് ഫെഡറേഷൻ ഇൻസ്പെക്ടർ ഇ.ജെ. വിൻസെന്റ്, പി.വി. പുരുഷോത്തമൻ, കെ.വി. ഷീബ, ഇ.വി. മനോഹരൻ, കെ.എ. അനിൽകുമാർ എന്നിവരും സംസാരിച്ചു. തീർച്ചയായും നിങ്ങളോട് നല്ല തീരുമാനം എടുക്കുകയും വിഷമയമല്ലാത്ത പച്ചക്കറി നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി നടുമെന്നത് എനിക്കറിയാം. തന്നിട്ടുള്ള പല ധാരണങ്ങളുണ്ട്, അല്ലാതെ ഒരു സത്യം കൂടിയുണ്ട്. കുവൈത്ത് ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ധനസഹായങ്ങൾ വിതരണം ചെയ്തു. എടത്തുരുത്തി പരേതനായ ചെറിയത്ത് വർഗീസിന്റെ ഭാര്യ ഷൈബിക്കാണ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് നോർക്ക ഡയറക്ടറുമായ വർഗീസ് പുതുകുളങ്ങര വസതിയിലെത്തി ധനസഹായം കൈമാറിയത്. എടത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ടി.കെ. പ്രകാശൻ, കെ.കെ. രാജേന്ദ്രൻ, മോഹനൻ കാട്ടിക്കുളം, കെ.കെ. ദേവദാസ്, ടി.കെ. അലിക്കുഞ്ഞി, പി.എം. അബ്ദുസലീം, എ.എ. ഷാജി എന്നിവരും സന്നിധരായിരുന്നു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി സംഘടിപ്പിക്കുന്ന 4ാമത് ആർട്ടിസ്റ്റ് ദി അന്തപ്പൻ മാസ്റ്റർ സ്മാരക ജില്ലാതല ചിത്രരചനാ മത്സരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ചിത്രകലാ പുരസ്കാരത്തിന് തളിക്കുളം സ്വദേശി പി.എച്ച്. യഹിയ അർഹനായി. ചിത്രകാരനും കവിയും കൂടിയായ യഹിയ പുതിയ വീട്ടിൽ ഹമീദിന്റെയും ഐഷാബിയുടെയും പുത്രനാണ്. ഈ മാസം 10-ന് മതിലകം സെന്റ് മേരീസ് എൽ.പി. സ്കൂളിൽ നടക്കുന്ന ചിത്രരചനാ മത്സര സമാപന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മാതൃഭൂമി മുൻ ചീഫ് ആർട്ടിസ്റ്റ് ജെ.ആർ. പ്രസാദ് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ചങ്ങാതിക്കൂട്ടം കലാ സാഹിത്യ സമിതി സെക്രട്ടറി സുനിൽ പി. മതിലകം അറിയിച്ചു. 3 പീടിക വാദി ശിഫ പഞ്ചകർമ്മ ചികിത്സാലയത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.കെ. അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം.ജി. ചന്ദ്രൻ അധ്യക്ഷനായി. കെ.ജി. മോഹനൻ വൈദ്യർ, ഷൺമുഖൻ വൈദ്യർ എന്നിവരും സംസാരിച്ചു. ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അങ്ങനെയുള്ള പലതും കത്തിച്ചുകൊണ്ടുണ്ടാകുന്ന ആ മാലിന്യങ്ങളാണ് അന്തരീക്ഷവായുവിലുള്ളത്. ഇപ്പോൾ നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായുവോ, കുടിക്കാൻ ശുദ്ധജലമോ, ഭക്ഷിക്കാൻ ശുദ്ധഭക്ഷണമോ കിട്ടാത്ത അവസ്ഥയായി. പിന്നെ രോഗങ്ങൾ വരാതിരുന്നാലാണ് അത്ഭുതങ്ങൾ. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന ചില അപാകതകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇപ്പോൾ പോത്തിറച്ചിയും പൊറോട്ടയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ തൃപ്തികരമായ ഒരു ഭക്ഷണമാണ്. ഈ പോത്തിറച്ചിയും പൊറോട്ടയും സ്ഥിരമായി കഴിക്കുന്നവർക്ക് അർബുദ രോഗം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 6 പതിറ്റാണ്ടുകാലമായി സൈക്കിൾ യാത്ര ജീവിതവ്രതമാക്കിയവർക്ക് കുരുന്നുകളുടെ ആദരം. വലപ്പാട് GVM LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ജീവിതകാലം മുഴുവൻ സൈക്കിൾ യാത്ര മാത്രം ചെയ്ത പുത്തൂർ ഗോപാലകൃഷ്ണൻ, മാങ്ങാപ്പറമ്പിൽ കരുണൻ, കുണ്ടായിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ആദരിച്ചത്. തിരൂർ തുഞ്ചൻപറമ്പിൽ നിന്നും മഹാത്മാ പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടർ P.A. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ യാത്രയുടെ സ്വീകരണത്തിന്റെ ഭാഗമായാണ് പ്രദേശത്തെ മുതിർന്ന സൈക്കിൾ യാത്രികരെ ആദരിച്ചത്. സൈക്കിൾ യാത്രാനുഭവങ്ങളും അവർ വിവരിച്ചു. ഡോക്ടർ P.A. രാധാകൃഷ്ണൻ സൈക്കിൾ യാത്രികരെ പൊന്നാടയണിയിച്ചു. പ്രധാനാധ്യാപിക കെ.ജി. ഷീല അധ്യക്ഷയായി. ഗാന്ധി തീരം ഫൗണ്ടേഷൻ ഡയറക്ടർ C.K. ബിജോയ് ആമുഖ പ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C.K. കുട്ടൻ മാസ്റ്റർ, P.B. സവിത, കെ.ജി. സോമകുമാർ, C.R. കാർത്തികേയൻ, ശേഖരൻ പടിയമ്പുരയ്ക്കൽ, ജിജോ ആലപ്പാട്ട്, സുനിൽ മാറാട്ട് എന്നിവരും സംസാരിച്ചു. വിദ്യാർത്ഥികളും യാത്രികരും ചേർന്ന് യാത്രാഗീതങ്ങൾ ആലപിച്ചു. കൈപ്പമംഗലം വിവേകാനന്ദ ഗ്രാമസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ജനുവരി 9-ന് വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ കൈപ്പമംഗലം പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിലാണ് നടക്കുക. പഞ്ചായത്ത് അംഗം MC രാജൻ ഉദ്ഘാടനം ചെയ്യും. കെ.ജി. ദിലീപ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വീണ്ടും പ്രധാന വാർത്തകൾ. റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ കായികമേളയിൽ പങ്കെടുക്കുന്നതിന് യാത്ര തിരിക്കുന്ന നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരങ്ങൾക്ക് യാത്രയയപ്പ് നൽകി. ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പടിയൂരിൽ ദൈവദശക ശതാബ്ദിയും വൈക്കം സത്യഗ്രഹ നവതി ആഘോഷവും നടത്തി. ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി കൗൺസിലിംഗ് ക്ലാസ് നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.